ഇസ്ലാമിക രാഷ്ട്രീയ വ്യവസ്ഥിതിയിൽ മറ്റൊരു വ്യവസ്ഥയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ടാകുമോ? ഈ ജനാധിപത്യത്തെക്കുറിച്ച് നമ്മൾ വെച്ചു പുലർത്തുന്ന ധാരണയുടെ ഒരു പ്രശ്നവും ഇത്തരം ചോദ്യങ്ങളിലുണ്ട്. ജനാധിപത്യം എന്ന് പറയുമ്പോൾ ആർക്കും എന്തും ആവാൻ പറ്റുന്ന ഒരു വല്ലാത്ത സാധനമാണ് എന്നതൊക്കെ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഗൗരവത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരാണെങ്കിൽ സത്യം പറഞ്ഞാൽ അതൊക്കെ ഒരു കെട്ടുകഥ മാത്രമാണ്. ജനാധിപത്യം എന്ന് പറയുന്നത് വന്ന് എല്ലാ മനുഷ്യരുടെ ശരിതെറ്റുകൾ തീരുമാനിക്കേണ്ടത് മനുഷ്യരാണ് എന്നതാണ് ഈ ജനാധിപത്യത്തിൻ്റെ മർമ്മം, കാമ്പ് എന്നതാണ് പാശ്ചാത്യൻ സങ്കല്പം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജനങ്ങൾ നമ്മളുടെയൊക്കെ ഹിതം നോക്കിയാണോ ഇവർ നിയമം ഉണ്ടാക്കുന്നത്? നമ്മൾ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു, ആ ജനപ്രതിനിധികൾ പോയി നിയമം ഉണ്ടാക്കുന്നു. പിന്നെ ഈ തിരഞ്ഞെടുത്ത ജനങ്ങൾക്കുള്ള പണി എന്താ? ആ ജനപ്രതിനിധികൾ ഉണ്ടാക്കിയ നിയമത്തിനെതിരെ പ്രകടനം നടത്തുന്നു, ആ ജനപ്രതിനിധികളെ ശപിക്കുന്നു, അവരെ കാണുന്നിടത്ത് വഴി തടയുന്നു, അവർക്ക് തോന്നിയത് ചെയ്യുന്നു, ഇവർക്ക് തോന്നിയതും ചെയ്യുന്നു. ഇതിൻ്റെ പേരാണ് ജനാധിപത്യം. പ്രയോഗത്തിൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനി അവിടെ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് ജനാധിപത്യ വ്യവസ്ഥിതിയാണെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റൂല. നമ്മുടെ രാജ്യത്ത് നമ്മുടെ ദേശീയ പതാക സാധാരണ കെട്ടി വരുന്ന രീതി ഉണ്ടല്ലോ, നേരെ തലയിരിച്ച് കെട്ടാൻ പറ്റുമോ? വേറുള്ളതൊക്കെ പോട്ടെ, ഒരാൾക്കും ഒരു ഉൽമൂല്ലാത്തൊരു സംഗതിയാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. നമ്മുടെ ദേശീയ പതാക അതിൻ്റെ കെട്ടേണ്ട നിയമത്തിന് അതിൻ്റെ പ്രോട്ടോക്കോൾ പാലിക്കാതെ ഏതെങ്കിലും ഒരു കാറിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് ദേശീയ പതാക കെട്ടിയിട്ട് ഇതിൽ കൂടി വണ്ടി ഓടിക്കാൻ പറ്റുമോ? പറ്റൂല, കേസ് വരും. അത് കുറച്ചും കൂടി ഗൗരവപ്പെട്ടതായാൽ അത് ഭയങ്കര വലിയ വകുപ്പിലേക്ക് പോകും. പിന്നെ അവൻ്റെ ജീവിതം പോകാൻ ആ ഒരു കേസ് തന്നെ മതിയാവും. സംഗതി ഇതാണ്, ദേശീയ പതാകയെ അപമാനിച്ചു, നിന്ദിച്ചു എന്നതായിരിക്കും. ഞാനിതിനെ മാനിക്കേണ്ട എന്നല്ല ഈ പറയുന്നത്. ഞാൻ ചോദിക്കണം എന്താണെന്ന് ചോദിച്ചാൽ, ജനാധിപത്യ സാമൂഹിക ക്രമത്തിൽ എല്ലാം ആകാം എന്ന് കരുതുന്നത് ഒരു തെറ്റായ ഉപബോധ മനസ്സിൽ കിടക്കുന്ന തെറ്റായ ഒരു ധാരണ മാത്രമാണ്. പ്രയോഗത്തിൽ അങ്ങനെയൊന്നും നടക്കൂല. ജനാധിപത്യ ക്രമത്തിൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യ രാജ്യം ജനാധിപത്യപരമാണ് എന്ന് കരുതിയിട്ട് കാശ്മീർ മൊത്തം പാകിസ്ഥാൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ലേഖനം എഴുതാനോ പ്രസംഗിക്കാനോ പറ്റുമോ? പറ്റില്ലല്ലോ. അതോടുകൂടി നിങ്ങളുടെ ജീവിതം തന്നെ പിന്നെ നിങ്ങൾ പുറലോകം കാണൂല. അപ്പോൾ ജനാധിപത്യമല്ലേ ഇവിടെ ഉള്ളത്? പിന്നെന്താ പറഞ്ഞൂടെ? ഇത് ഈ വീതം വെപ്പ് അള്ള വീതം വെച്ചതൊന്നുമല്ലല്ലോ. നമുക്ക് ഓർമ്മയുള്ള കാലം മുതലേ പടച്ചവൻ ഭൂമിയെ ഇങ്ങനെ പിളർത്തി പലതാക്കിയിട്ടല്ലല്ലോ ഉള്ളത്. ഭൂമി ഒരൊറ്റ ഭൂമിയല്ലേ. ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും ഒരൊറ്റ രാജ്യമായിരുന്നില്ലേ? അപ്പോൾ ഒറ്റ രാജ്യമായിരുന്നതിനെ പലരും പലതാക്കിയതാണ്. നമുക്കൊക്കെ അറിയാവുന്ന 1941 ഇത് 3 രാജ്യമായത്. അങ്ങനെയാണ് കശ്മീരിൻ്റെ ഒരു ഭാഗം പാകിസ്ഥാൻ്റെ കൂടെയും വേറൊരു ഭാഗം ഇന്ത്യയുടെ കൂടെയും ആകുന്നത്. നമ്മളിപ്പോൾ ഞാൻ സാങ്കല്പികമായ ചോദ്യം ചോദിക്കുകയാണ്. നമ്മളിപ്പോൾ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള കശ്മീരിനെ കൂടി പാകിസ്ഥാൻ്റെ ഭാഗമാണെന്ന് പ്രസംഗിച്ചു എന്ന് വിചാരിക്കുക. ജനാധിപത്യം എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കയ്യും വീശി പാട്ടും പാടി പിന്നെ നടക്കാൻ പറ്റുമോ? പറ്റൂല. വളരെ ഗൗരവപ്പെട്ട ദേശദ്രോഹ കുറ്റാണ്. വധശിക്ഷയിൽ കുറഞ്ഞ ഒന്നിനും പിന്നെ നിങ്ങൾ അർഹനല്ല എന്നതായിരിക്കും അന്തിമ വിധി വരിക. അപ്പം എന്താ ജനാധിപത്യത്തിൽ എന്താ എന്തും പറ്റാത്തത്? അപ്പം ജനാധിപത്യത്തിൽ എന്തും പറ്റും എന്നത് യഥാർത്ഥത്തിൽ ഒരു തെറ്റായ ധാരണയാണ്. ജനാധിപത്യം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ വളരെ സുഖമുള്ളതാണെങ്കിലും, ഇവിടെ ഈ പറയുന്ന മതേതര ജനാധിപത്യം കേൾക്കുമ്പോൾ വളരെ സുഖമുള്ളതാണെങ്കിലും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഫലത്തിൽ അതൊരു ചെറിയ വിഭാഗത്തിൻ്റെ ഹിതം നടപ്പിലാക്കുന്ന പരിപാടിയുടെ പേരാണ് എന്ന് കാണാൻ പറ്റും. ഒന്ന്. രണ്ടാമത്തത്, ജനാധിപത്യം എന്ന് പറഞ്ഞിട്ട് ഒരു രാജ്യം മൊത്തം നടപ്പിൽ വരുത്തുമ്പോൾ ആ രാജ്യത്ത് പല മതന്യൂനപക്ഷങ്ങളും പല വിശ്വാസക്കാരും ഉണ്ടെങ്കിൽ അതിൽ ഭൂരിപക്ഷം വിശ്വാസക്കാർ ഏതു കൂട്ടരാണോ അവരുടെ ഹിതമായിരിക്കും എല്ലാവരുടെ മേലും നടപ്പാവുക എന്നതാണ് ഈ കൊട്ടിഘോഷിക്കപ്പെടുന്ന ജനാധിപത്യത്തിൻ്റെ അവസ്ഥ. അപ്പം ജനാധിപത്യം എല്ലാ പ്രശ്നത്തിൻ്റെയും മേലെ നിൽക്കുന്ന ഉജ്ജ്വലമായ ഒരു സങ്കല്പമാണ് എന്നത് പണ്ടെങ്ങാണ്ടോ പറഞ്ഞു കേട്ട് നമ്മുടെ ഉപബോധ മനസ്സിൽ പതിഞ്ഞു പോയ ഒരു സംഗതിയാണ്. പ്രയോഗതലത്തിൽ ഏതിനും നിയന്ത്രണങ്ങളും പരിമിതികളും ഉണ്ടാകും. ഇത് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഡാറ്റ വെച്ചും എനിക്ക് ഈ സംഗതികൾ പറയാൻ പറ്റും. പക്ഷേ അതിലേക്ക് പോകേണ്ട അല്ലെങ്കിൽ പോകുന്നതിന് സമയം കുറച്ചുകൂടി എടുക്കും എന്നതുകൊണ്ട് ഇപ്പം ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഡാറ്റ വെച്ചെന്ന് പറഞ്ഞാൽ ജനാധിപത്യം പ്രാക്ടീസ് ചെയ്ത രാജ്യങ്ങൾ ഏതൊക്കെയാണ്, ആ രാജ്യങ്ങളിലെ ജനങ്ങൾ എന്തൊക്കെ സ്വാതന്ത്ര്യമാണ് അനുഭവിക്കുന്നത്, അവിടെ എന്തൊക്കെ നിയന്ത്രണങ്ങളും നിബന്ധനകളുമാണ് ഉള്ളത്, എത്രയാണ് പൗരന്മാരുടെ സ്വാതന്ത്ര്യം, എത്രയാണ് പോകാൻ പാടില്ലാത്തത്, ഇതിനൊക്കെ കൃത്യതയുള്ള കണക്കും വിവരമുണ്ട് ലോകത്ത്. അപ്പോൾ ഏത് നിയമവ്യവസ്ഥക്കും പരിമിതികളുണ്ടാവും. ചില അതിരുകളും പരിധികളും പാലിക്കാതെ ഒരു സംഘടിത സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇതൊരു പൊതു തത്വമായിട്ട് നമ്മൾ കാണണം.
കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പിന്നെ ജീവിച്ചിരുന്ന ആളുകൾ ഇവിടെ ഉണ്ടാകും. ഞാൻ കുറച്ച് വർഷം ഖത്തറിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെന്ന ഉടനെ ഞങ്ങൾ ഒരു ഡിസൈനറോട് പറഞ്ഞിട്ട് ബോർഡ് തയ്യാറാക്കിയിട്ട് ബിൽഡിങ്ങിന് ബോർഡ് വെക്കാനും. അപ്പോൾ പിന്നെയാണ് അറിയണത് അങ്ങനെ ബോർഡ് വെക്കാൻ പറ്റില്ല. ബോർഡ് വെക്കണമെങ്കിൽ ബിൽഡിങ്ങിൻ്റെ ഏത് ഭാഗത്താണ് ബോർഡ് വെക്കുന്നത് എന്നതിൻ്റെ ഫോട്ടോ സെറ്റ് ചെയ്തിട്ട് ആ ഫോട്ടോ എടുത്ത് ബലദിയിൽ കൊടുത്ത് അപ്രൂവൽ വാങ്ങിയിട്ട് അതേ അളവിൽ അതേ പൊസിഷനിൽ അതേ സൈസ് ബോർഡ് വെക്കണം. നമ്മളിവിടെ കൊടിയേറ്റണ മാതിരിയൊന്നും പറ്റില്ല. അപ്പോൾ ഇനി വലിയ ഈ പിന്നെ പ്രകീർത്തിക്കപ്പെടുന്ന സ്വാതന്ത്ര്യം പ്രകീർത്തിക്കപ്പെടുന്ന വേറെ കുറേ രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ബിൽഡിങ്ങിന് പെയിൻ്റ് അടിക്കണമെങ്കിലും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇതുപോലെ അനുവാദമാണ്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അത്തരം നിയന്ത്രണങ്ങളുണ്ട്. അപ്പോൾ ഓരോ രാജ്യത്തിനും അവരവരുടേതായ തത്വങ്ങളിൽ നിന്നുകൊണ്ട് പലതരത്തിലുള്ള നിയന്ത്രണങ്ങളുണ്ടാവും. ചെറിയ നിയന്ത്രണങ്ങളുണ്ടാവും, വലിയ നിയന്ത്രണങ്ങളുണ്ടാവും, ചില പരിധികളും ഉണ്ടാകും. ആ പരിധി ഒരവസ്ഥയിലും അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഇവിടെ ചോദ്യം എന്താണ്? ഇസ്ലാമിൽ ജനാധിപത്യമുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇസ്ലാമിക രാഷ്ട്രീയ വ്യവസ്ഥിതി നിലവിലുള്ളിടത്ത് മറ്റ് സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ടാകുമോ എന്നതാണ്. അപ്പോൾ ഇസ്ലാമിക രാഷ്ട്രീയ വ്യവസ്ഥിതിക്ക് ഒരു അടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ അത് മനുഷ്യരുടെ മേൽ അവസാന വാക്ക് പ്രപഞ്ചനാഥനായിരിക്കണം. നിയമനിർമ്മാണത്തിൻ്റെ പരമാധികാരം അള്ളാഹുവിനായിരിക്കണം. ഇപ്പോൾ ഇന്ത്യക്ക് നമ്മുടെ ഭരണഘടനയ്ക്കൊരു പ്രാമുഖ്യം നൽകുന്നത് പോലെ നമ്മുടെ ഭരണഘടനയെ ചോദ്യം ചെയ്യാനോ ഭരണഘടന തള്ളി പറയാനോ പറ്റൂല. നേരത്തെ ദേശീയ പതാകയെ പറ്റി പറഞ്ഞ പോലെ രാജ്യാതിർത്തിയെ പറ്റി പറഞ്ഞതുപോലെ അതും പാലിക്കപ്പെടണം. അപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് തള്ളിപ്പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഭരണഘടനയുടെ സാങ്കത്യം ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നതുപോലെ ഇസ്ലാമിക രാഷ്ട്രത്തിനും അതിൻ്റേതായ ചില തത്വങ്ങളുണ്ട്. ആ തത്വങ്ങൾ ചോദ്യം ചെയ്യുന്ന പരിപാടികളിൽ ഏർപ്പെടാൻ ആളുകൾക്ക് അനുവാദമുണ്ടായിരിക്കുകയില്ല. ആ തത്വങ്ങളിൽ നിന്നുകൊണ്ട് വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ പ്രാക്ടീസ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കൽ ഉൾപ്പെടെയുള്ള ബഹുകക്ഷി ജനാധിപത്യം ഉൾപ്പെടെ ആധുനിക ഇസ്ലാമിക ലോകത്ത് അനുവദനീയമാണ്, അനുവദിക്കാവുന്നതാണ്. ഇതര മതസ്ഥരായ ആളുകൾക്ക് ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കിൽ അവരുടെ വിശ്വാസം അനുസരിച്ച് മതസ്ഥാപനങ്ങൾ നടത്താം, ആരാധനാലയങ്ങൾ ഉണ്ടാക്കാം, ആരാധനാ കർമ്മങ്ങൾ അവരുടെ മക്കളെ പഠിപ്പിക്കാം, അവർക്കത് പ്രാക്ടീസ് ചെയ്യാം, അത്രയും കാര്യങ്ങൾ അവർക്ക് പ്രചരിപ്പിക്കുകയുമാകാം. ഇതിനൊന്നും ഇസ്ലാം ഒരു തടസ്സമില്ല. അതേസമയം ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ ആ രാഷ്ട്രത്തിൻ്റെ ജനതയുടെ പൊതുജീവിതത്തെ മൊത്തം നാശമാക്കുന്ന വിധത്തിലുള്ള ഫാഹിഷാത്തും മുങ്കറാത്തുകളും നീചവൃത്തികളും അധമകാര്യങ്ങളും വ്യഭിചാരം പ്രചരിപ്പിക്കൽ ഒരു കൂട്ടർ ഞങ്ങളുടെ അവകാശമാണ്, മൈ ബോഡി ഈസ് മൈ ചോയ്സ് അല്ലെങ്കിൽ മൈ റൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് ഇവിടെ വ്യഭിചാരം നടത്താനോ സ്വവർഗരതി നടത്താനോ ഒക്കെ ഞങ്ങൾക്ക് അനുവാദമുണ്ടാകണം എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിക ഗവൺമെൻറ്റിന് അനുവദിക്കപ്പെട്ടില്ല. അതേസമയം തത്വങ്ങളിലും മൂല്യങ്ങളിലും സിദ്ധാന്തങ്ങളിലും നിന്നുകൊണ്ട് ഓരോ വിശ്വാസി മതവിഭാഗത്തിനും അവരവരുടെ തത്വങ്ങളും മൂല്യങ്ങളും ദർശനങ്ങളും പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും പ്രാക്ടീസ് ചെയ്യാനും ഇസ്ലാമിക രാഷ്ട്രത്തിൽ അനുവാദമുണ്ടാകും എന്ന് മാത്രമല്ല, ഈ ദിമ്മി എന്ന് നമ്മൾ പറയുമല്ലോ, ദിമ്മി എന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരു രണ്ടാം കട സാധനം പോലെയാണ് ആളുകൾ മനസ്സിലാക്കുന്നത്. ദിമ്മി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താ? ദിമ്മത്തുല്ലാഹി വ റസൂലി എന്നാണ്. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും സംരക്ഷണ ചുമതലയിലുള്ളവർ എന്നാണ് അതിൻ്റെ അർത്ഥം. അതിപ്പോൾ ഉയർന്ന പദവിയാണ്. അപ്പോൾ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ പരമാധികാരം അംഗീകരിച്ച് അവിടെ കഴിയുന്ന ഇതര സമുദായത്തിൽപ്പെട്ട ആളുകൾ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും സംരക്ഷണ ചുമതലയിലുള്ളവരാണെന്നാണ്. അവരെ മേക്കെട്ട് കയറാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഇസ്ലാമിക രാഷ്ട്രം ഒരിടത്തുണ്ട് എന്ന് വിചാരിക്കുക. ആ ഇസ്ലാമിക രാഷ്ട്രത്തിൽ കുറച്ച് മതന്യൂനപക്ഷങ്ങൾ, ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ആയ മതന്യൂനപക്ഷങ്ങളുണ്ട് എന്നും സങ്കല്പിക്കുക. തൊട്ടപ്പുറത്ത് അയൽ രാജ്യത്ത് ഈ ഹിന്ദുക്കളുടെയോ ക്രിസ്ത്യാനികളുടെയോ ഒരു ഭൂരിപക്ഷ രാജ്യമാണെന്ന് വിചാരിക്കുക. ആ രാജ്യത്ത് അവിടുത്തെ മുസ്ലിങ്ങളെ കൂട്ടക്കശാപ്പ് ചെയ്യുന്നു അവിടുത്തെ ഭരണകൂടം എന്നും വിചാരിക്കുക. ഇങ്ങനെ തൊട്ട അയൽ രാജ്യത്ത് ഒരു ക്രൈസ്തവ രാജ്യമോ അല്ലെങ്കിൽ ഒരു ഹിന്ദു രാഷ്ട്രമോ അവിടുത്തെ മുഴുവൻ മുസ്ലിങ്ങളെയും കൂട്ടക്കശാപ്പ് ചെയ്താലും നിങ്ങളുടെ രാജ്യത്തുള്ള ഒരു ന്യൂനപക്ഷമായ ഒരു ഹിന്ദുവിൻ്റെ ഒരു മുടിക്ക് പോറലേൽപ്പിക്കാൻ ഇസ്ലാമിക പ്രമാണമനുസരിച്ച് ആ ഗവൺമെൻറ്റിന് അനുവാദം ഉണ്ടായിരിക്കുകയില്ല. ഇത്രയും കാരണം എന്താണ്? അവർ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും സംരക്ഷണ ചുമതലയിലുള്ളവരാണ്. ആ സംരക്ഷണ ചുമതല ഏൽക്കാത്തവർ പിന്നെ ഇതിനോട് യുദ്ധം പ്രഖ്യാപിച്ചവരാണ്. ഇന്ത്യയുടെ ഭൂ അതിർത്തി ഇത് പാലിക്കാത്തവൻ ഇന്ത്യൻ പൗരനാകാൻ പറ്റുമോ? അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. കശ്മീരിൻ്റെ കുറച്ച് ഭാഗപ്പുള്ളതിൻ്റെ അപ്പുറം മാറ്റി വരച്ചിട്ടൊരു മാപ്പ് നിങ്ങൾ പ്രചരിപ്പിച്ചു നോക്ക്, അപ്പോൾ വിവരം അറിയും. എന്താ അതിൻ്റെ അർത്ഥം? ഇന്ത്യയുടെ പരമാധികാരം നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യക്കൊരു പരമാധികാരമുള്ളതുപോലെ, ഒരു പരമാധികാര സങ്കല്പമുള്ളതുപോലെ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിനും ഒരു പരമാധികാര സങ്കല്പം ഉണ്ടാകും.
ആ പരമാധികാര സങ്കല്പത്തിൽ തൊട്ട് കളിക്കാൻ അനുവദിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത്തരം നിയന്ത്രണങ്ങൾ ലോകത്തെല്ലായിടത്തും എല്ലാവർക്കും ബാധകമാണ് എന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ജനാധിപത്യത്തെ സംബന്ധിച്ച് കുറച്ച് മറുചോദ്യങ്ങൾ ചോദിച്ചത്. പ്രജാധിപത്യത്തെക്കാൾ പ്രഭുഭരണത്തെക്കാൾ പട്ടാളഭരണത്തെക്കാൾ ഏകാധിപത്യത്തെക്കാൾ സ്വേച്ഛാധിപത്യത്തെക്കാൾ ജനങ്ങളുടെ ഭരണാധികാരിയെ തെരഞ്ഞെടുക്കുന്ന ജനാധിപത്യ ക്രമത്തിന് ചില ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് അതാണ് നിലനിൽക്കേണ്ടത്. ഇതിൽ നമുക്ക് ഭിന്നാഭിപ്രായമില്ല.